സമരം നിങ്ങൾക്കറിയാം. പ്രൊട്ടസ്റ്റ് എഗൻസ്റ്റ് ബ്രിട്ടീഷ് ഗവൺമെന്റ്. സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരുമിച്ച് കൂടിയപ്പോൾ ജനറൽ ഡയറിന്റെ നേതൃത്വത്തിൽ അവരുടെ നേർക്ക് ഫയർ ചെയ്തു. ഒരു രക്ഷയുമില്ലാതെ അവരെല്ലാവരും അവിടെ മരിച്ചു വീണു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഇങ്ങനെ കോരിത്തെരിക്കും. രക്തം പുരണ്ട മണ്ണാണ്. അവിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഒരു പന്തം, ഒരു ടോർച്ച് വെച്ചിട്ടുണ്ട്. കെടാവിളക്ക്, ഇങ്ങനെ ഒരിക്കലും കെടില്ല. അതിൻ്റെ അടിയിൽ ഇങ്ങനെ 2 സെന്റൻസ് കുറിച്ചു വെച്ചിട്ടുണ്ട്. Our ancestors gave us a glorious past. We need to create the future. നമ്മുടെ പൂർവികർ മഹത്തായ ഒരു ഭൂതകാലം നമുക്ക് നൽകി. ഭാവിയിൽ അത് സൃഷ്ടിക്കേണ്ട ചലഞ്ച് നമ്മുടേതാണ്. അങ്ങനെയെങ്കിൽ ഈ ഇടവക ഇനിയും ഭാവിയിൽ ഏറ്റവും അനുഗ്രഹപ്രദമായ തക്കവണ്ണമുള്ള വെല്ലുവിളി നിങ്ങളുടെ മുൻപിലുണ്ട്. ആ ചലഞ്ച് ഏറ്റെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അതിനിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്താണ് ആ ചലഞ്ച്? നമ്മുടെ അടുത്ത ജനറേഷനെ നമ്മൾ ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ടി ജീവിക്കുക, അവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രവർത്തിക്കുക. അതാണ് ഏറ്റവും വലിയൊരു ചലഞ്ച്. വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകം കൂടിയുണ്ട്. ഈ 2012 ഓസ്ട്രേലിയയിൽ നിന്ന് പബ്ലിഷ് ചെയ്തൊരു പുസ്തകമാണ്. ഓസ്ട്രേലിയൻ പാലിയേറ്റീവ് കെയർ നേഴ്സ് ബ്രൗണി വെയറിൻ്റെ ഒരു പുസ്തകമാണ്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ദ ഡൈയിങ്. ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ദ ഡൈയിങ്. പാലിയേറ്റീവ് കെയർ നേഴ്സായ ഈ ബ്രൗണി വെയർ, അവിടെ നമുക്കറിയാമല്ലോ ഒത്തിരി പ്രായം ചെന്നിട്ടുള്ളവരാണല്ലോ അവിടെയുള്ളത്. ശരീരം നന്നേ ക്ഷീണിക്കുന്നു, അൽഷിമേഷൊക്കെ ബാധിച്ച് തുടങ്ങുന്നു, പാർക്കിൻസൺസ് ഒക്കെ ആകുന്നു, വാർദ്ധക്യകാല അസുഖം. മരണം മുന്നിൽ കണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിലൂടെ അവരിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവരുടെ ചില റിഗ്രറ്റ്സ്, ചില പശ്ചാത്താപം, അത് ഇവരെ സ്പർശിച്ചു. തിരുത്താൻ പറ്റാത്ത രീതിയിലാണ് അവസാനം. ഒന്നും ചെയ്യാൻ പറ്റില്ല, മരണമാണ് മുന്നിൽ. അപ്പോഴവരുടെ ചില റിഗ്രറ്റ്സ്, അത് നമുക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നുണ്ട്. 5 റിഗ്രറ്റ്സ് ആണ് അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. അവരുടെ റിഗ്രറ്റ്സ് ആയിട്ട് പറയുന്നത്, ഐ വിഷ് ഐ ഹാഡിൻ വർക്ക് സോ ഹാർഡ്. ഞാൻ ആഗ്രഹിച്ചു ഇത്രയധികം കഠിനാധ്വാനം ചെയ്യണ്ടായിരുന്നു. അവസാന മരണത്തിന് തൊട്ട് മുൻപിലാണ് പറയുന്നത്. എന്നിട്ട് തുടർന്ന് ബ്രൗണി വെയർ പറയുകയാണ്, അവരെല്ലാം പറയുകയാണ്, ഈ ലോകത്തിന് വേണ്ടി അങ്ങ് ജീവിച്ചപ്പോഴ്, പണത്തിന് വേണ്ടി കഷ്ടപ്പെട്ടപ്പോഴത്തേക്ക്, ഓടി നടന്നങ്ങ് അധ്വാനിച്ചപ്പോഴ് ഞങ്ങളുടെ ഫാമിലിയെ മറന്നു, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ മറന്നു, ഞങ്ങളുടെ ബന്ധങ്ങൾ ഞങ്ങൾ വിസ്മരിച്ചു. ഒന്നാലോചിച്ച് നോക്കിയേ, മരണം മുന്നിൽ കണ്ടിട്ടുള്ളവർ ഇനി ഒരിക്കലും തിരുത്താൻ പറ്റില്ല. നമ്മളും ഒത്തിരി ഭേദപ്പെട്ട മനുഷ്യരൊന്നും അല്ലല്ലോ. നമുക്കെല്ലാം ലോകത്തെ പറ്റിയുള്ള ചിന്തയാണ്, ഭൗതിക കാര്യങ്ങളെ പറ്റിയുള്ളൊരു ചിന്തയാണ്, എങ്ങനെ നേടാം, വെട്ടിപ്പിടിക്കാമെന്നുള്ളൊരു ചിന്തയാണ്. ഒടുവിൽ ഇതൊരു കുറ്റബോധമായിട്ട് മാറുമോ എന്ന് ചിന്തിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഇത് ഫേസ് ചെയ്യേണ്ടവരല്ലേ. നമ്മുടെ ഈ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് മാക്സിമം ഒരു 4000 വീക്കേ ഉള്ളൂ. നിങ്ങളത് ചിന്തിച്ച് നോക്കിയേ, ഒരു 35,000 ഡേയ്സ്, അതിനൊക്കെ ഒന്നും അപ്പുറമൊന്നുമില്ല. ഇത് വേഗത്തിലങ്ങ് നീങ്ങും. എല്ലാം കഴിഞ്ഞിട്ട്, പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചാലൊന്നും നടക്കില്ലെന്നാണ്. ഒരു പാരീഷ് ഡേ നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളതിൻ്റെ ചിന്ത എന്താണെന്ന് അറിയാമോ? ബന്ധങ്ങൾ ശക്തമാകണം, മൂല്യങ്ങൾക്ക്, മോറൽ വാല്യൂസിന് വില കൊടുക്കണം, ഒരു ഫെലോഷിപ്പ് ഉണ്ടാകണം. അതിന് കഴിയുന്നില്ലെങ്കിൽ പ്രയോജനമൊന്നുമില്ല. ഒരു പാരീഷ് ഡേ ആചരിച്ചിട്ട് ഒരു ഫീസ്റ്റ് നടത്തിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങളുടെ ഫെലോഷിപ്പ് ശക്തമാകണം, ഫാമിലി ലൈഫ് ശക്തമാകണം, നിങ്ങൾ തമ്മിലുള്ള കമ്മിറ്റ്മെൻറ്റ് ശക്തമാകണം. എന്നിട്ട് ഇതിനകത്ത് ഈ ബ്രൗണി വെയർ തുടർന്നൊരു കൺക്ലൂഷനിൽ എത്തുന്നുണ്ട്. എന്നിട്ട് 2-3 കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അത് നമ്മളെ സ്പർശിക്കുന്നതാണ്. 3 കാര്യങ്ങൾ: വാല്യൂ റിലേഷൻഷിപ്സ്, ബന്ധങ്ങൾക്ക് വില കൊടുക്കണം, മെയിൻറ്റെയിൻ ഫ്രണ്ട്ഷിപ്പ്, സ്നേഹം, ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം, ചൂസ് ഹാപ്പിനെസ്, സന്തോഷം തിരഞ്ഞെടുക്കണം. എന്ത് സുന്ദരമാണ് പുസ്തകം. ടോപ്പ് 5 റിഗ്രറ്റ്സ് ഓഫ് ദ ഡൈയിങ്. ഒന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് കണക്ക് ഞാൻ പറയുക, എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ പുസ്തകം ഒന്ന് വായിക്കണം. ഈ ഇടവകയുടെ ഈ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് നമ്മൾ അടുത്തു വരുമ്പോൾ, പാരീഷ് ഡേയിലേക്ക് അടുത്തു വരുമ്പോൾ, ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം.
വാല്യൂ റിലേഷൻഷിപ്സ്, മെയിൻറ്റെയിൻ ഫ്രണ്ട്ഷിപ്പ്, ചൂസ് ഹാപ്പിനെസ്. അതിനിടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ടെക്സ്റ്റ് എന്താണ്? സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 15:21 ഓൺവേഡ്സ് ആണ്. ഫോർത്ത് സൺഡേ ഓഫ് ദ ഗ്രേറ്റ് ലാൻഡ്. വലിയ നോമ്പിലെ 4ാമത്തെ ഞായറാഴ്ചയാണ്. ഹീലിംഗ് ഓഫ് ദ കാനനേറ്റ് വുമൻസ് ഡോട്ടർ. ഒരു ഡെമൺ ബാധിച്ച ഒരു പെൺകൊച്ച്, അവൾക്ക് ക്രിസ്തു സൗഖ്യം കൊടുക്കുന്നതാണ്. എനിക്ക് ഒത്തിരി വിഷമം വന്നിട്ടുണ്ട് ഈ ടെക്സ്റ്റ് വായിച്ചപ്പോഴൊക്കെ. കാരണം തമ്പുരാനെ പറ്റി നമ്മൾ കേട്ടുള്ളത് കരുണാമയന എന്നാണ്. പക്ഷേ ഇവളോട് ഒരു കരുണയും കാണിക്കുന്നില്ല. കർത്താവിൻ്റെ അടുക്കൽ ഇവൾ വന്നിട്ട് പറയുന്നത് തന്നെ ഇങ്ങനെയാണ്, തമ്പുരാനെ കരുണയുള്ളവനാന്ന് അവൾക്കറിയായിരിക്കും. അതുകൊണ്ടാണ് അവൾ കർത്താവെ കരുണ കാണിക്കണേന്ന് പറയുന്നത്. തമ്പുരാൻ തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ശിഷ്യന്മാർ പറയുക, കരഞ്ഞു നടക്കുന്ന ഇവളെ പറഞ്ഞു വിടാൻ. അവൾ വീണ്ടും നിലവിളിക്കുക. അപ്പോഴേക്ക് യേശു തമ്പുരാൻ വീണ്ടും പറയുകയാണ്, ഞാൻ ഇസ്രയേൽ ജനത്തിന് വേണ്ടിയാണ് വന്നത്, വിജാതിയർക്ക് വേണ്ടിയല്ല. ഓർത്തോണം, ഇവളൊരു ദളിത് കേളാണ്, ഒപ്രസ്ഡ് ആണ്, മാർജിനലൈസ്ഡ് ആണ്, ആർക്കും വേണ്ടാത്തവളാണ്. ആർക്കും വേണ്ടാത്തവളെ കർത്താവിന് വേണമെന്ന് ചിന്തിച്ചാണ് അവൾ വന്നത്. അവളോട് തമ്പുരാൻ കൃത്യം മൈൻഡ് ചെയ്യുന്നേ ഇല്ല. എന്തൊരു ക്രൂരതയാണെന്ന് നമുക്ക് തോന്നും. ശിഷ്യന്മാർ പറഞ്ഞു ഇവളെ പറഞ്ഞു വിടാൻ. യേശുക്രിസ്തു പറഞ്ഞു. എന്നിട്ട് യേശുക്രിസ്തു വീണ്ടും പറയുക, ഞാൻ നിനക്ക് വേണ്ടിയല്ല വന്നത്. എന്തൊരു കഠിനമാണ്. അവൾ വീണ്ടും കരഞ്ഞപ്പം പറയുകയാണ്, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കത്തില്ലെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു നായെന്ന കണക്ക് അവളോട് പറയുക, അവളാണെന്ന് പറയുക. എന്തോ ഒരു വിഷമാണ്. നമ്മളാണെങ്കിൽ എപ്പോഴേ പോയെന്ന് പറഞ്ഞാൽ മതി. നായെന്ന് പറയുക. അവൾ അന്നേരം പറയുക, എന്താ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം നായ്ക്കുട്ടികൾക്ക് എടുക്കാമല്ലോ എന്നുള്ള മട്ടി പറയുകയാണ്. ക്രിസ്തു എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? ഈ റുഡോഫ് ബുൾട്ട്മാൻ എന്ന് പറഞ്ഞൊരു വേദപണ്ഡിതനുണ്ട്. അദ്ദേഹം പറയുന്നത് ക്രിസ്തുവിൻ്റെ മിറക്കിളിന് ചില ഘട്ടങ്ങളുണ്ട്. ഒരു ഹ്യൂമൻ സജഷൻ, എന്താ നെഗറ്റീവ് അപ്രോച്ച് ആൻഡ് ദ പോസിറ്റീവ് ആക്ഷൻ. ഒരു ഹ്യൂമൻ സജഷൻ വരും, ക്രിസ്തു ഒരു നെഗറ്റീവ് അപ്രോച്ച് കാണിക്കും, എന്നിട്ട് അവസാനം ഒരു പോസിറ്റീവ് ആക്ഷനും ഉണ്ട്. എന്തിനാണെന്നറിയാമോ? ക്രിസ്തുവിനോടൊപ്പം ചേർന്ന യഹൂദന്മാരുടെ മുൻപിൽ അവരുടെ വിശ്വാസം എടുത്തു കാണിക്കാനാണ്. എത്ര ഇവളോട് പറഞ്ഞാൽ ഇവൾ പോകില്ല. ഇവൾക്ക് അത്രമാത്രം എന്നിൽ വിശ്വാസം ഉണ്ടെന്ന് ക്രിസ്തു അവർക്ക് കാണിച്ചു കൊടുക്കുക. അവൾ പറയുക, മക്കളുടെ അപ്പം മേശയിൽ നിന്ന് വീഴുന്ന നായ്ക്കുട്ടികൾക്ക് എടുക്കാമല്ലോ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു പറയുന്ന ഒരു വാക്യമുണ്ട്, "Dear woman, your faith is great and your request is granted." നിന്റെ വിശ്വാസം വലുത്, നിന്റെ അപേക്ഷ ഗ്രാൻഡ് അനുവദിച്ചിരിക്കുന്നു. സ്ത്രീ എന്നാ പറയുന്നത്. യേശുക്രിസ്തു സ്ത്രീ എന്ന് ആരെയാ പറഞ്ഞിട്ടുള്ളത്? അതൊരു വലിയ വേദശാസ്ത്ര സത്യമാണ്. ബാക്കിയെല്ലാവരെയും മകളെ എന്നാണ് വിളിക്കുന്നത്. സ്ത്രീ എന്ന് വിളിച്ചത് അമ്മ മറിയത്തെ മാത്രമാണ്. നമ്മൾ കരഞ്ഞു പോയത് ഇവളെ വിളിക്കുകയാണ്, പുറജാതിക്കാരി ഒരു സ്ത്രീയെ ഒരുവളെ വിളിക്കുകയാണ്, സ്ത്രീ എന്ന് വിളിക്കുക. അപ്പൊ അതിനർത്ഥം എന്താ? ഞാനിങ്ങനെ ചിന്തിക്കുന്നത്, കുഞ്ഞെ നിന്റെ വിശ്വാസം എൻ്റെ അമ്മ മറിയ കണക്കുള്ളതാ. കുഞ്ഞെ നിന്റെ വിശ്വാസം എൻ്റെ അമ്മ മറിയ കണക്കുള്ളതാണ്. അത് പറയുക, യുവർ റിക്വസ്റ്റ് ഈസ് ഗ്രാൻറ്റഡ്. നിന്റെ അപേക്ഷ, യുവർ ഫെയ്ത്ത് ഈസ് ഗ്രേറ്റ്. നിന്റെ വിശ്വാസം വലുത്, യുവർ റിക്വസ്റ്റ് ഈസ് ഗ്രാൻറ്റഡ്. ഞാൻ അനുവദിച്ചിരിക്കുന്നു. എന്തൊരു ബലമാ. നമ്മൾ എപ്പോഴും ഓർക്കണം, തമ്പുരാന്റെ മുൻപിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ക്രിസ്തുവിൻ്റെ ചില മൗനം കാണുമായിരിക്കാം, ചിലപ്പോൾ അവഗണിക്കുന്നത് പോലെ കാണുമായിരിക്കാം, ചിലപ്പോൾ പരിഹസിക്കുന്ന പോലെ കാണുമായിരിക്കും. എന്തിനാണെന്നറിയാമോ? നമ്മുടെ വിശ്വാസം ഇങ്ങനെ ഒന്ന് ആഴപ്പെടാൻ വേണ്ടിയാ. ഉറപ്പാ, ഒടുവിൽ തമ്പുരാൻ നമ്മളിൽ ഇടപെടും. വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു ഷോർട്ട് സ്റ്റോറി ഉണ്ട്, നിർബന്ധമായും വായിക്കേണ്ടതാണ്. ഓ ഹെൻറിയുടെ ദ ലാസ്റ്റ് ലീഫ്. ഇത്രമേൽ പ്രകാശിപ്പിക്കുന്ന ഒരു കഥ ഇന്നോളം ലോകത്തിലില്ല. ന്യൂയോർക്കിന്റെ പ്രാന്ത പ്രദേശമാണ് അതിന്റെ പശ്ചാത്തലം. ഓട്ടം സീസൺ, ഇല കൊഴിഞ്ഞിരിക്കുന്നു, മഞ്ഞ് പെയ്തിരിക്കുന്ന സ്നോയ മുഴുവൻ. ന്യൂമോണിയ എല്ലായിടും ബാധിച്ചിരിക്കുകയാണ്. 3 ക്യാരക്ടേഴ്സാണ് അതിനകത്ത്. അതിനകത്ത് ജോൺ സി സൂയി എന്ന സഹോദരിമാര്, പിന്നീട് ബെൻഹർ അല്ല, അതുപോലെ പേര് പെട്ടെന്ന് എനിക്കത് വിട്ടുപോകുന്നു. ബെൻഹർ അല്ല, അങ്ങനെ ഒരു പേര്, ഒരു ലോക പ്രശസ്തനായ ഒരു ആർട്ടിസ്റ്റ്, പെയിന്റർ. എല്ലാവർക്കും ന്യൂമോണിയ ബാധിച്ച് പലരും മരിക്കുകയാണ്. ജോൺസിക്കും ന്യൂമോണിയ ബാധിച്ചു.
പെട്ടെന്ന് അവൾ ഡിപ്രസ്ഡായി. കാരണം എല്ലാവരും മരിക്കുന്നു, ഞാനും മരിക്കുമല്ലോ, അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. സഹോദരി സൂയി ആവോളം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അസുഖമൊക്കെ മാറും, നീ വിഷമിക്കൊന്നും വേണ്ട. ഡോക്ടർ വന്നിട്ട് പറയുകയാണ്, സൂയിയോട് പറയുകയാണ്, നിന്റെ സഹോദരിക്ക് സൗഖ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം അവൾക്കൊരു പ്രത്യാശയില്ല, അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകുന്നത്, എനിക്ക് എൻ്റെ ചികിത്സകൾ കൊണ്ട് പ്രയോജനമില്ല, ഉണ്ടാകില്ല. ജോൺസി ഒരു മുറിയിൽ കിടക്കുകയാണ്. അതിൻ്റെ ഒരു വിൻഡോ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്. അതിൻ്റെ പുറകിൽ, അതിൻ്റെ അപ്പുറത്ത് ഒരു വള്ളിച്ചെടിയുണ്ട്. അതിൻ്റെ ലീഫ് ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. ഓട്ടം സീസൺ അല്ലേ, കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജോൺസി സൂയിയോട് പറയുകയാണ്, സൂയി, ആ ഇല കൊഴിയുന്നത് പോലെ എൻ്റെ ജീവിതം കൊഴിഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു ലാസ്റ്റ് ലീഫില്ലേ, ആ ഇല പോകുമ്പോൾ ഞാൻ കാണില്ല ലോകത്തിൽ. സൂയിക്ക് വലിയ വിഷമമായി. തൻ്റെ നെയ്ബർ എന്താ ബെൻഹർ, ആ പേരിനൊരു ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ, ഞാൻ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അദ്ദേഹത്തോട് തൻ്റെ വിഷമം ഇങ്ങനെ പറയുകയാണ്. അദ്ദേഹമോ തൻ്റെ ജീവിതത്തിലൊരു മാസ്റ്റർ പീസ് ചെയ്യാനായിട്ടിരിക്കുക, മാസ്റ്റർ പീസ്. അപ്പോൾ സൂയിയുടെ വിഷമം മനസ്സിലാക്കി ഇല കൊഴിഞ്ഞ് അവസാന ലീഫ് എത്തിയിരിക്കുകയാണ്. അടുത്ത ദിവസം ഇല കൊഴിയും, ജോൺസി മരിക്കുമെന്ന് ജോൺസി ചിന്തിച്ചിരിക്കുക. ഈ പ്രശസ്തനായ പെയിൻറ്റർ, നല്ല സ്നോയുള്ള സമയമാണ്, എല്ലാം മറന്ന് ആ വള്ളിച്ചെടിയുടെ കീഴിലിരുന്നു കൊണ്ട് തൻ്റെ മാസ്റ്റർ പീസ് ചെയ്യുകയാണ്. അതിമനോഹരമായി ഇല വരച്ചുണ്ടാക്കുക, എന്നിട്ട് വെട്ടിയെടുത്തിട്ട് ആ വള്ളിയിൽ കുത്തിവെക്കുന്നു. അതിരാവിലെ ജോൺസി വിൻഡോയിലൂടെ നോക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് ലീഫ് അവിടെ ഉണ്ട്, കൊഴിഞ്ഞിട്ടില്ല. ഞെട്ടി അത്ഭുതപ്പെട്ടുകൊണ്ട് സൂയിയോട് പറയുകയാണ്, ലാസ്റ്റ് ലീഫ് അവിടെ ഉണ്ട്, ഞാൻ മരിക്കില്ല. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ആ ലാസ്റ്റ് ലീഫ് അവിടെ ഉണ്ട്. ഈ ജോൺസി ജീവിതത്തിലേക്ക് വരുന്നതാണ് ആ കഥയുടെ സന്ദേശം. പക്ഷെ ഒരു അനുബന്ധമുണ്ട്. ആ പ്രശസ്തനായ പെയിൻറ്റർ നല്ല സ്നേഹമുള്ള ആ രാത്രിയിൽ മഞ്ഞിൽ ന്യൂമോണിയ ബാധിച്ച് മരിക്കുന്നു. അങ്ങനൊരു ദുഃഖമുണ്ടെങ്കിലും ഇത്രമേൽ ലോകത്തിന് പ്രകാശം തരുന്നൊരു കഥയില്ല. നിങ്ങൾ എപ്പോഴും ഓർക്കണം, ജീവിതത്തിലൊരു ലാസ്റ്റ് ലീഫുണ്ട്. എല്ലാം പോയെന്ന് പറഞ്ഞാൽ ഒരു ലാസ്റ്റ് ലീഫുണ്ട്, അത് കർത്താവാണ്. ഇവളെ ആർക്കും വേണ്ട, ഒരു ദളിത് സ്ത്രീയല്ലേ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവളല്ലേ, ജൂയിഷ് സെറ്റിൽമെന്റിന് പുറത്തല്ലേ, മാർജിനലൈസ്ഡ് അല്ലേ, ആർക്കും വേണ്ട. പക്ഷെ അവൾക്ക് ദൈവത്തിന് അവളെ വേണം. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും, ആരൊക്കെ തള്ളിക്കളഞ്ഞാലും അവൾക്കറിയാം ഒരു ലാസ്റ്റ് ലീഫ് ഉണ്ടെന്ന്. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ചിലപ്പം വിഷമവും പ്രയാസവും ഒക്കെ കാണുമായിരിക്കും നിങ്ങൾക്ക്, എല്ലാം കൈവിട്ടു പോകുമായിരിക്കും, പക്ഷെ ഒരു ലാസ്റ്റ് ലീഫുണ്ട്, അത് കർത്താവാണ്. അവസാനം ഇതൊരു കൺക്ലൂഷനോട് പറയണമല്ലോ. ഇവൾ കരയുന്നത് ഈ ഈവിൾ സ്പിരിറ്റ് ബാധിച്ച മകൾക്ക് വേണ്ടിയാണ്. എനിക്ക് തോന്നുന്നു ഇന്നും ചിലപ്പോഴൊക്കെ ചിലരൊക്കെ ഈവിൾ സ്പിരിറ്റ് ബാധിച്ച മക്കൾക്ക് വേണ്ടി കരയുന്നുണ്ട്. പലതായിരിക്കാം, ചിലപ്പോൾ ഡ്രഗ്സ് ആയിരിക്കാം, ചിലപ്പോൾ ആവശ്യമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ ചില പ്രണയബന്ധങ്ങളായിരിക്കാം. എന്തൊക്കെയോ ചില ഈവിൾ സ്പിരിറ്റ് നമ്മുടെ ചില മക്കൾക്ക് ബാധിച്ചിട്ടുണ്ട്. കരയണം, മക്കൾക്ക് വേണ്ടി കരയണം. കരഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് ആ ഭൂതം മാറ്റപ്പെടും. മാതാപിതാക്കളുടെ കണ്ണുനീര് എത്ര ഭൂതം ബാധിച്ച മക്കളെയും തിരിച്ചു കൊണ്ടുവരും. ഈവിൾ സ്പിരിറ്റ് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ ഡയറക്റ്റ് ചെയ്യുന്നത് അവരല്ല, ഈവിൾ സ്പിരിറ്റ്. അപ്പം അതിൽ നിന്നൊരു മോചനം ഉണ്ടാകണമെങ്കിൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. മലയാളത്തിൽ അതിമനോഹരമായൊരു കവിതയുണ്ട്, ഭൂതപ്പാട്ട്. നങ്ങേലി എന്ന അമ്മയ്ക്കൊരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിനെ ഭൂതം പിടിച്ചു. ഭൂതത്തിന് കുഞ്ഞിനെ വിട്ടുകളയാൻ മനസ്സില്ല. പലതരത്തിലും ഈ അമ്മയിൽ നിന്ന് അമ്മ ഇങ്ങനെ കുഞ്ഞിനെ പിടിക്കാനായിട്ട് ഇങ്ങനെ ഓടി വരികയാണ്, പക്ഷേ ഭൂതം വിട്ടുകൊടുക്കുന്നില്ല. ഒടുവിൽ ഒരു കണ്ടീഷൻ, പല രീതിയിലും ഈ അമ്മയെ ഓടിക്കാൻ വേണ്ടി ഭൂതം ശ്രമിച്ചു. ഒടുവിൽ അമ്മ മാറുന്നില്ലെന്ന് കണ്ടപ്പോഴ് ഭൂതം പറഞ്ഞു, നിന്റെ കണ്ണില്ലേ, കണ്ണ് ചൂഴ്ന്നെടുത്തിങ്ങി തരാൻ. ആ കവിതയുടെ വരികൾ ഇങ്ങനെയാണ്. അപ്പം ഇത് കേട്ട മാതിരി സമയം അമ്മ കണ്ണ് ചൂഴ്ന്നെടുത്ത് ഭൂതത്തിന് കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പം അവിടെ മലയാളത്തിലെ വരികൾ ഇങ്ങനെയാണ്: തൊഴുതു വിറച്ചു നിന്നു ഭൂതം, തൊറ്റുമടങ്ങി ഭൂതം. മനോഹരമായൊരു കവിതയാണ്. നമ്മുടെ മുൻപിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭൂതമെല്ലാം തോറ്റുമടങ്ങി അടങ്ങും.
അവർക്ക് വേണ്ടി അതുപോലൊരു പ്രാർത്ഥിക്കാനുള്ള മാതാപിതാക്കളുണ്ട് എങ്കിൽ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്.